എല്ലാവരും നേരിടുന്ന ഒരു പ്രശ്നമാണ് ഒന്നോ രണ്ടോ ട്രേഡ്സ് നെഗറ്റീവ് പോയാൽ അപ്പം തന്നെ അവരുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാതെ എല്ലാ അനാലിസിസും മാറിക്കൊണ്ടിട്ട് എല്ലാ റിസ്ക് മാനേജ്മെൻറ്റും മാറ്റിക്കൊണ്ടിട്ട് ഗ്യാമ്പിൾ ചെയ്യുന്ന ഒരു കാര്യം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഞാനൊരു സൊല്യൂഷൻ പറഞ്ഞാൽ, നിങ്ങളുടെ ഏത് സ്ട്രാറ്റജിയാണ് യൂസ് ചെയ്യുന്നത് എങ്കിലും SMC ആണോ, പ്രൈസ് ആക്ഷൻ ആണോ, സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ആണോ, എന്താണെങ്കിൽ പോലും നിങ്ങൾ കുറച്ച് സെറ്റ് ഓഫ് റൂൾസ് അവിടെ മെയിൻറ്റെയിൻ ചെയ്യണം. നിങ്ങളുടെ ട്രേഡ്സ് ഫസ്റ്റ് തന്നെ ഒരു 5 കണ്ടിന്യൂസ് റിസ്ക് ആയിട്ടുള്ള ട്രേഡ്സ് നെഗറ്റീവ് ആയാൽ പോലും നിങ്ങൾ ആ ഒരു മാസം ട്രേഡിങ് നിർത്തിക്കൊണ്ടിട്ട് പുതിയൊരു റിലാക്സ് ചെയ്തിട്ട് പുതിയൊരു മാസത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. എന്നാൽ പോലും -5 1% ആണ് നിങ്ങൾ റിസ്ക് ചെയ്യുന്നതെങ്കിൽ പോലും എന്ന് വെച്ചാൽ 5 ട്രേഡ്സ് നിങ്ങൾ ലോസി വന്നാൽ പോലും -5% മാത്രമേ നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ അക്കൗണ്ടിൻ്റെ നെഗറ്റീവ് വന്നിട്ടുള്ളൂ. ആ ഒരു എമൗണ്ട് നിങ്ങൾ വിഡ്രോ ചെയ്തുകൊണ്ടിട്ട് ആ ഒരു മാസം ട്രേഡിംഗ് നിർത്തുകയും പുതിയൊരു മാസത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുകയും ചെയ്യുക. അങ്ങനത്തെ കുറച്ച് സെറ്റ് ഓഫ് റൂൾസ് നിങ്ങൾ ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ട് വാഷ് ഔട്ട് ആവാതെ ട്രേഡിംഗ് ജേർണി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നതാണ്. ഇതുപോലത്തെ ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ടിപ്സിനും കണ്ടന്റ്സിനും വേണ്ടിയിട്ട് ബി പാർട്ട് ഓഫ് മൈ ട്രേഡേഴ്സ് അറിയണം. ലെറ്റ്സ് ട്രേഡ് ടുഗദർ.